എന്നെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാലേ ഞാൻ സ്റ്റാൻഡ് ഇട്ട് ഇറങ്ങി ഓടിക്കണം കേട്ടോ. പ്രശ്നം എന്ന് അറിയിച്ചാലേ കുന്നങ്ങളില്ല, അതിന്റെ മേലെയോ അക്രോസ്. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ ഗൈസ്, നമ്മളിന്ന് ഗൂഡല്ലൂരിട്ട് പോകണം. ഈ ഗൂഡല്ലൂർ ട്രിപ്പിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ എങ്ങോട്ടേലും പോകണം, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോയിട്ട് തിരിച്ചും വരണം. അങ്ങനെ നല്ല സ്പോട്ട് നോക്കിയപ്പോഴാണ് ഗൂഡല്ലൂരാണ്. ഇനി ഗൂഡല്ലൂർ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞു, ഈ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഗൂഡല്ലൂര് ഒരു ഓലയുടെ ഷോറൂം ഉണ്ട്. ഒരു ഹിൽ സ്റ്റേഷൻ ആയിട്ട് ഏരിയയിൽ ഞാൻ അധികം ഓലയുടെ ഷോറൂംസ് ഒന്നും കാണാറില്ല. കോണൂര് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നപ്പോൾ ആ സബ്സ്ക്രൈബറിന്റെ സജഷനും കൂടി കിട്ടിയപ്പോൾ നമുക്കൊരു പോയി നോക്കാം, ഒരു എന്താ പറയാ, ഒരു തോരാന്നൊക്കെ പറയല്ലേ. അപ്പോൾ അവിടെ പോയി ഷോറൂം ഒന്ന് കാണണം. പിന്നെ ആ ഷോറൂം ഒന്ന് പറ്റണി ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫെർദർ ആയിട്ട് ഊട്ടി സൈഡിലേക്ക് എത്രത്തോളം പോകാൻ പറ്റുന്ന കൂടി നോക്കണം. ഈ ട്രിപ്പ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എന്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്. അമലാണ്, നിങ്ങൾക്കറിയാം, കാസർഗോഡ് എന്റെ ഒപ്പം വന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ കൂട്ടാനെ പിക്ക് ചെയ്യാൻ വന്നോ. അപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. ഇതുണ്ടോ വെള്ള, ഇത് ആൾറെഡി വീട്ടിലൊരു പൂച്ചുണ്ട്, ലൂഫി എന്നിട്ട് അത് തരുന്ന പണിയാണ്. ഫുൾ സ്ക്രാച്ച് എടുക്കും. ഈ പൂച്ചാക്ക് ഈ സീറ്റ് മാറ്റിയൊരു ആശ്വാസം കിട്ടൂലേ. അതുകൊണ്ടോ പുതിയ വെള്ള റോട്ട് അത് ഇന്നലെ മാന്തിയതുകൊണ്ട് വല്ലാത്ത ജാതി. ഇവിടെ ഉണ്ട്, ഇതൊക്കെ അതിൻ്റെ പണിയാണ്. വല്ലാത്ത ജാതി പൂച്ചാണ്. ഗൈസ്, ഇത് നമ്മുടെ കാളികാവുന്ന് പൂക്കൂട്ടമ്പാടം പോണ വഴി ശ്രാമ്പിക്കല് എന്ന സ്ഥലമുണ്ട്, പുല്ലങ്കോട് എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട്. അവിടെ ഒരു പെട്രോൾ പമ്പിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കി നിന്ന് പോകും. അതെ, നമ്മുടെ വഴിക്കടവുള്ളത് എൻ്റെ ചാർജിംഗ് സ്റ്റേഷനിലാണ്. അപ്പൊ ഇനി ഇവിടുന്ന് വണ്ടി ചാർജ് ചെയ്തിട്ട് നാടുകാണി കയറണം. ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് ചാർജിങ് കേട്ടോ. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാർജിങ് ഇല്ല. ഇനിയുള്ളത് ഫുള്ള് എന്താ പറയാ, അന്ന് നമ്മൾ സബ്സ്ക്രൈബർ കാണിച്ചെന്ന ഒരു ഷോറൂമാണ്. നമ്മളെ വണ്ടിയുടെ ചാർജ് നോക്കി. നമ്മളെ ചാർജിങ് സ്റ്റേഷനിൽ ഒരു 500 മീറ്റർ കടന്ന വഴിക്കാവ് ചെറിയൊരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മുരിഞ്ഞ പൊറാട്ടയും കുറച്ച് ബീഫും കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. എന്താ അവസ്ഥ? കുഴപ്പമില്ലാണു. വഴിക്കടമാണ് ഗൈസ്. നമ്മളെ വണ്ടിയുടെ ചാർജ് നോക്കി 108 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് പോകേണ്ട ഡിസ്റ്റൻസ് പറഞ്ഞാൽ 30 കിലോമീറ്റർ ആണ് ഗൂഡല്ലൂരിലോട്ടുള്ളത്. നമുക്ക് സ്ലോപ്പി ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ. എനിക്ക് ഫുൾ ചാർജ് ആക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ടൈമും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യാത്തത്. ഒന്നുകൂടി നേരത്തെ വരണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 85% വണ്ടിയിൽ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. വണ്ടി നോക്കി 116 കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ഉണ്ട്, 85% അപ്പൊ ഇനി നേരെ വേണ്ട ആ കാണുന്ന മലേനെ മേലേക്ക് ഇടാട്ടോ. എന്നെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാലേ ഞാൻ സ്റ്റാൻഡ് ഇട്ട് ഇറങ്ങി ഓടിക്കണം കേട്ടോ. ബോസ്, വണ്ടിയൊരു ബോസ്, വഴിയൊരു ബോസ്. ഓക്കെ, സെറ്റ്. ഇത് എടുത്തോ. ചുരത്തിൻ്റെ നടുവൊന്ന് ഹീറ്റായിട്ടോ. ഇത് കുറച്ച് നേരത്തെയാണ്. ഇപ്രാവശ്യം സാധാരണ അത്ര നേട്ടമൊന്നും ഹീറ്റ് ആവാറില്ല. എന്ത് പറ്റിയെന്നറിയില്ല. MC വീണ്ടും പണി തരാൻ പോകണമെന്ന് ചെറിയ സംശയമുണ്ട്. 64.2. ഇനി MC പണിയെന്നാൽ നമ്മൾ മുഞ്ചും. ആൾറെഡി MC മാറ്റി കൊടുക്കുന്ന വണ്ടിയാണത്.
നാടുകാണി. അപ്പൊ ഇതാണ് നമ്മളോട് പറഞ്ഞ ഓലയുടെ ഷോറൂം. അപ്പോൾ നമ്മൾ കരുതിമാരല്ല, ഓലയുടെ ഷോറൂം ഇവിടെ ഗൂഡല്ലൂരുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച വന്നത്. വെള്ളിയാഴ്ച ലീവല്ല, പക്ഷെ ഇന്ന് എംപ്ലോയി ലീവ് എടുത്തിട്ടാണ്. വിളിച്ച് ചോദിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ലീവ് എടുത്തിട്ടേക്കാം. നാളെ വണ്ടി ചാർജ് നോക്കി. അപ്പോൾ സംഭവം ശരിയാണ് കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ വരുന്നവർക്ക് ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടാ പോവാം. ഗൈസ് ഇതെവിടെ കിടക്കുന്നത് വെച്ചാലേ ഗൂഡല്ലൂർ താലൂക്ക് മ്യൂസിയം ഓർഫനേജ്. ഈ ഒരു സാധനത്തിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സാധനം കിടക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് GTMO അതാണ് അതിന്റെ ഷോർട്ട് ഫോം. ആ സാധനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഓലയുടെ ഷോറൂം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൂഡല്ലൂർ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് നടന്നിട്ട് അവിടെ പോയിട്ട് ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയി വന്നപ്പോൾ വിസിറ്റ് ചെയ്തൊരു ഷോപ്പുണ്ട്. അവിടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. കുറച്ച് കുഴപ്പമില്ലാത്ത ഇതേപോലത്തെ കുറച്ച് ചെറിയ കോട്ടൊക്കെ കിടക്കണം. ജസ്റ്റ് പോയി നോക്കണം പുതിയ വല്ല കളക്ഷനും വന്നിട്ടുണ്ടോ. നിങ്ങൾക്കും കാണിച്ചാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് കറക്റ്റ് ഇന്ന് തന്നെ ഓർക്ക് ലീവ് എടുക്കാൻ തോന്നി. നമ്മൾ സ്ഥിരം വരുമ്പോഴുള്ള പ്രശ്നമാണ് അത്. എന്തൊരു ഭാഗ്യക്കുറവ് പോലെ. എന്നാലും നമുക്കിനി ഫെർദറായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇവിടെ ഒരു ഹോട്ടലിനുള്ളിൽ ചാർജിങ് എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ചതാണ്, അവര് സമ്മതിക്കില്ല. കാരണം നമ്മൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞിരുന്നു ഇല്ല അവിടെ കാറ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ചാർജ് ചെയ്യാനായിട്ടില്ല. അപ്പോ ഓലയുടെ ഷോറൂം പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരോട് പറയാൻ ഒരു ഡേ ടൈം വരാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. കാരണം അവിടുത്തെ ഒരേ ഒരു സ്റ്റാഫുള്ളൂ, ഓലയുടെ ഷോപ്പിൽ ഒരേ സ്റ്റാഫുള്ളൂ. ആ സ്റ്റാഫ് ലീവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ചാർജ് ചെയ്യാൻ കിട്ടില്ല. ഓക്കെ, ഷോപ്പ് നല്ല നല്ല കുപ്പായൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാലേ കുന്നങ്ങളില്ല. അതിൻ്റെ മേലെയോ കോട്ടയം ബ്രാൻഡൊക്കെയോ തള്ള വേണ്ട. ഇനി ഞാൻ പറഞ്ഞൊന്നും ആരും വേണ്ട. ഇത് കുന്നങ്ങളിൽ അതിൻ്റെ മേലെ ഉള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് വേണം സാധനം വരാം. അത് 350 രൂപ സാധനത്തിൽ വരാൻ വേണ്ടുമ്പോൾ 350, 300, 400, 500 പ്രൈസിൻ്റെ പകുതി വരുന്നുള്ളൂ. മറ്റേ ഞാൻ ചന്തയിൽ നിന്ന് 250 മേടിച്ചാട്ടോ, 400 രൂപ. ഞാൻ ചന്തയിൽ 250 മേടിച്ച്, ഇവിടെ 400. എന്താ അക്രോസ് ക്രോക്സും അല്ല അക്രോക്സ്. 300 രൂപ கொஞ்சம் அநியாயமா இருக்குமா? நான் எங்க நாட்டில இருந்த 250 ரூபாய் இது வாங்கிட்டேன். இது 400 ரூபாய் சொல்லுங்க. പഞ്ചായത്ത് പറഞ്ഞത് പഞ്ചായത്തിൽ വസ്താവരെ അണ്ണ എവ്വളോ ഇത് തക്കാളി എവ്വളോ 50 കിലോക്കാ? നാട്ടില് കിലോ 30. ഗൈസ് അങ്ങനെ നമ്മുടെ ഗൂഡല്ലൂർ ഒന്ന് കടകളിലൊക്കെ കയറി ഒന്ന് കണ്ടുപോകും. ഒന്നും വാങ്ങിയത് പോയില്ല കേട്ടോ. എന്തായാലും നമുക്കിനി തിരിക്കാം. 34% ഉണ്ട്. തിരിച്ച് നേരെ നാടുകാണി, നേരെ വഴിക്കട് വണ്ടി കുത്തിരുന്നു. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും നാടുകാണിനെ തിരികെ കേട്ടോ. നമുക്ക് എന്തൊരു സ്വീറ്റ്സ് എന്തെങ്കിലും നോക്കാം. അതായിരിക്കും നല്ലത്. സ്വീറ്റ്സ് ഒന്ന് വാടാ, വീട്ടിൽ പോയി വല്ലതും കഴിക്കാമല്ലോ. ഗൈസ് നമ്മളെ ഇപ്പം നിൽക്കാന്നാലേ എടക്കരയാണ്. നമ്മൾ വേണ്ട ചാർജ് കൊണ്ട് മുന്നെത്തി കേട്ടോ. ഇനി ഞാൻ ടോട്ടൽ കയറി വന്നിട്ട് എത്ര കിട്ടിയെന്നാണ്. ഡോണാണ് കാണുന്നുണ്ടോ അറിയില്ല. കണ്ടോ
ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്നാൽ കേട്ടെ 21% ഉണ്ട്. റീജൻ നോക്കിക്കോ, നമുക്കധികം റീജന് കിട്ടിയില്ല കേട്ടോ. റീജന് കുറവാണ്. ടോട്ടൽ 100 കിലോമീറ്റർ ഓടി. ഇത് വീട്ടിൽ നിന്നുള്ള കണക്കാണ്. നമ്മൾ ഇപ്പോഴും ഇടക്കരയാണ്. ഇനി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എത്ര ഉണ്ടെന്ന് കറക്റ്റ് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ നേരെ ഉച്ചത്തെ ഫുഡ് കഴിച്ചില്ല. അവിടെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഹെവി ആയിരുന്നില്ല. ഉച്ചയ്ക്ക് ജസ്റ്റ് ബിരിയാണി എന്നുള്ള മൈൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്ക് നടന്നു വണ്ടി കുത്തിച്ചു. എന്നിട്ടൊരു ഹോട്ടലിൽ കയറി. സത്യം പറയാലോ, ചിക്കൻ ബിരിയാണി ഓക്കെ അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. പക്ഷേ ബീഫ് ബിരിയാണി 10 പൈസയ്ക്ക് വില. മഞ്ഞപ്പൊടിയിൽ ബീഫ് വളർപ്പിച്ച മാറിയായിരുന്നു. ഇപ്പോൾ ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ കടക്കാരനോ തന്നെ പറഞ്ഞത്, നിങ്ങൾ കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ കടേൻ്റെ പേര് എടുത്തൊന്നും പറയാനില്ല. ഞങ്ങൾ വിശന്നുകൊണ്ട് മാത്രമാണ് അത് കഴിച്ചത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു വഴിക്ക് ഇറങ്ങി കഴിഞ്ഞതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഷോറൂമിൽ അവിടെ ഉള്ള ആകെ ഒരു സെയിൽസുള്ള ഒരാൾ ലീവ് എടുത്ത് അടച്ചു പോകണം. ആ ഒരാളോ അയാൾ ലീവ് എടുത്ത് അടച്ചു വേണം. എന്നാൽ നാട്ടിലേക്ക് എങ്ങനെയും സുഖമായിട്ട് എത്താൻ പറ്റും നോക്കുമ്പോൾ പേരും വെയില്. പോണവരും വരുന്നവരൊക്കെ നമ്മളങ്ങനെ നോക്കുക. എന്താ സംഭവം എന്ന് അറിയോ? ഞാനാണെങ്കിലേ എന്തായാലും അത്യാവശ്യം മഞ്ഞുള്ള സ്ഥലല്ലേ, എന്തിത് കോട്ടല്ല ജാക്കറ്റ് ഇട്ടാണ് പോയത്. അടിയിലാണെങ്കിൽ കയ്യില്ലാത്തൊരു പേരും കേട്ടത്. മഞ്ഞുമില്ല, തേങ്ങയല്ല. നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണെങ്കിൽ ഫുഡ് പേരും. ജാക്കറ്റ് ആണെങ്കിൽ ഊരാനും പറ്റൂല. അവസ്ഥ ഇപ്പൊ എന്തായി? അവസാനം നമ്മൾ വണ്ടി ചാർജ് ആയിരുന്നു കേട്ടോ. വീട്ടിലേക്കെത്തുള്ള ചാർജ് ആയിട്ട് 51%. ഇതെൻ്റെ 72 കിലോമീറ്റർ. അപ്പൊ ഞാൻ ബാക്കിയുള്ളൊക്കെ വീട്ടിൽ പോയി പറയാം. അവലെ എങ്ങനെയാണ് ട്രിപ്പ്? എൻ്റെ അഭിപ്രായം ഉണ്ട്. അടിപൊളി. ഓലെ ചതിച്ചൊന്നും മാറ്റി വെച്ച ബാക്കിയൊക്കെ അടിപൊളി. എന്താടാ ഒരട്ടകടി, വേറെ കുഴപ്പമൊന്നുമില്ല. അവരെ കാലം മട്ടയും കളിച്ചു. അപ്പോൾ ശരി, ബൈ. ഒന്നുമില്ലല്ലോ, വേറെ ഇപ്പൊ ഒന്നുമില്ല. അതിൽ ഭാഗത്തൊന്നും ആ ബാഗ് ഒരു ഫൈനലി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കണ്. നമ്മുടെ വണ്ടിയിൽ ഇനി എത്ര 17% 26 കിലോമീറ്ററും ബാക്കിയുണ്ട്. ഇനി നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയ കിലോമീറ്റർ 131 കിലോമീറ്റർ. 2 ചാർജ് ചെയ്തിട്ടോ, വീട്ടിൽ നിന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 3 ചാർജ്. അങ്ങനെ പുറത്തുനിന്ന് 2 ചാർജും 3 ചാർജും, അങ്ങനെ 3 ചാർജ് ആവും. ഇനി എന്താ പറയാനുള്ളത്? സമ്മറി പറയാനുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രിപ്പിൻ്റെ സമ്മറി അറിയുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു ട്രിപ്പായിട്ട് നല്ല പോകാൻ കരുതി. ജസ്റ്റ് ഒന്ന് വീട്ടിൽ വെറുതെ ഇരുന്നു, ഞാൻ പറഞ്ഞോ. അപ്പോൾ ഈ ഗൂഡല്ലൂർ ഷോറൂം ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു. അപ്പോൾ ഒബിയസ്ലി അതൊന്ന് ചെക്കും ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ട്രിപ്പ് പോകാം, ഒന്ന് മഞ്ഞൊക്കെ കൊണ്ട് പോരാൻ പറ്റും. പക്ഷെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് നടന്നത്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷോറൂം തുറന്നില്ല, നല്ല വെയിലായിരുന്നു, കഴിച്ച ഫുഡ് ഭയങ്കര ഷോക്കായിരുന്നു. എന്തൊക്കെയല്ലേ, വരാമല്ലോ, ഒന്നുമില്ല ഇനി വരാതിരിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ നമുക്ക് വേണ്ട സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൂഡല്ലൂർ പോയാലുള്ള എന്തൊക്കെ കോംപ്ലിക്കേഷൻസ്, എന്താണ് അവസ്ഥ, എനിക്കുണ്ടായ എന്തൊക്കെയാണ്, എവിടെയാണ് ഷോപ്പുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ടേക്ക് കെയർ, റൈഡ് സേഫ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് മീ മാരിയോ സൈനിങ്.